പ്യാരെ ബച്ചോ നമസ്തേ. ഇന്ന് 6ാം സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് എടുക്കുന്നത്. ഖുലേ ദിൽസെ എന്ന യൂണിറ്റിലെ നീലി ചിടിയ എന്ന പാഠം. ഇതൊരു കവിതയാണ്. ഹരിവംശ് റായ് ബച്ചൻ എഴുതിയ ഒരു കവിതയാണ് നീലി ചിടിയ. नीले आसमान से उतरी नीली एक निराली चिड़िया, गाथी उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. നീലെ ആസമാനസെ ഉദരി, നീലാകാശത്ത് നിന്ന് പറന്നിറങ്ങിയ. ഉദർന ഇറങ്ങുക, താഴേക്കിറങ്ങുക. ആസ്മാൻ ആകാശം. നീലി ഏക്ക് നിരാലി ചിടിയ, നീല കളറിലെ ഒരു നിരാലി, യുണീക്കായിട്ടുള്ള ഒരു ബേർഡ്. നീലാകാശത്തുനിന്ന് താഴേക്കിറങ്ങി, യുണീക്കായിട്ടുള്ള ഒരു ബേർഡ്. ഗാത്തി ഉടിനെ വാലി ചിടിയ, ഗാന പാടുക, ഉടിന പറക്കുക, പാടിപ്പറന്ന് വരുന്ന ചിടിയ. ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്ന് പാടുന്ന പക്ഷി. നീലാകാശത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നു, താഴേക്കിറങ്ങിയിരിക്കുന്നു. നീല കളറിലെ ഒരു യുണീക്കായിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള ഒരു ചിടിയ. പാടിപ്പറക്കുന്ന ചിടിയ, പറന്ന് പാടുന്ന ചിടിയ. അതാണ് ആ 4 വരിയുടെ അർത്ഥം. അടുത്ത വരി നോക്കിയേ. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ, ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിബുക്കർ ഗാനെ വാലി ചിടിയ. ഇൻ ഫുൻഗി സേ ഉൻ ഫുൻഗി പർ. ഫുൻഗി മീൻസ് അഗ്രം. ചില്ലയുടെ അഗ്രത്തിനാന്ന് പറയുന്നത് ഫുൻഗി. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ. ഒരു ചില്ലയുടെ അറ്റത്ത് നിന്നും അടുത്ത ചില്ലയുടെ അറ്റത്തേക്ക്. ഉടുക്കർ ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഈ ഇലകളിൽ നിന്ന് ആ ഇലകളിലേക്ക്. ചിബുക്കർ ഒളിഞ്ഞ്, ഗാനെ വാലി ചിടിയ, പാടുന്ന പക്ഷി. അപ്പോൾ 4 വരിയുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. ഇൻ ഫുൻഗി സേ ഉൻ ഉസ് ഫുൻഗി പർ. ഇസ് ഫുൻഗി സേ, ഈ അഗ്രത്ത് നിന്ന്. ഉസ് ഫുൻഗി പർ, ചില്ലയുടെ ആ അറ്റത്തേക്ക്. ഉടുക്കർ ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം, ഈ ഇലകളിൽ നിന്ന്. പത്ത മീൻസ് ലീവ്. പത്തോമേം, ഇലകളിൽ. ഉൻ പത്തോമേം, ഈ ഇലകളിൽ നിന്നും ആ ഇലകളിലേക്ക്. ചിബുക്കർ, ഒളിഞ്ഞ്. ഗാനെ വാലി ചിടിയ, പാടുന്ന പക്ഷി. ഒളിഞ്ഞിരുന്ന് പാടുന്ന പക്ഷി. പർ ഫടുക്കാക്കർ നീച്ചയാക്കർ ദാന ഖാനെ വാലി ചിടിയ. ദാന ഖാക്കർ പർ ഫടുക്കാക്കർ ഝട് ഉഡ് ജാനെ വാലി ചിടിയ. പർ മീൻസ് ചിറക്. ഫടുക്കാക്കർ, ചിറകടിച്ച്. നീച്ചയാക്കർ, നീച്ചെ താഴെ, ആന വരിക. അപ്പം ചിറകടിച്ച് താഴേക്ക് വന്ന്. ദാന ഖാനെ വാലി ചിടിയ, ദാന ഫുഡ്, ഖാനെ വാലി ചിടിയ, ഫുഡ് കഴിക്കുന്ന പക്ഷി. ദാന ഖാക്കർ, ഫുഡ് കഴിച്ച്. പർ ഫടുക്കാക്കർ, ചിറകടിച്ച്. ഝട്, പെട്ടെന്ന്. ഉഡ് ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ആ 4 വരി ഒന്നുകൂടെ പറയാം. പർ ഫടുക്കാക്കർ നീച്ചയാക്കർ, ചിറകടിച്ച് താഴേക്ക് വന്ന്. ദാന ഖാനെ വാലി ചിടിയ, ഭക്ഷണം കഴിക്കുന്ന പക്ഷി. ദാന കാക്കർ, ഭക്ഷണം കഴിച്ച്. പർ ഫടുക്കാക്കർ, ചിറകടിച്ച്. ഝട്, പെട്ടെന്ന് തന്നെ. ഉഡ് ജാനെ വാലി ചിടിയ, പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ. ഡാലി മീൻസ് ബ്രാഞ്ച്, ശാഖ. ഈ ശാഖയിൽ നിന്ന്, ഈ ബ്രാഞ്ചിൽ നിന്ന് ആ ബ്രാഞ്ചിലേക്ക്. ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ലാഖ് ബുലാവേം ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ലാഖ് ബുലാവേം, ലാഖ് മീൻസ് ലക്ഷം എന്നുള്ള അർത്ഥമാണ്. ലാഖ് ബുലാവേം, ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും. ലേക്കിൻ മേരെ പാസ്, എൻ്റെ അടുത്തേക്ക്. പാസ് മീൻസ് നിയർ. ന ആനെ വാലി ചിടിയ, എത്ര പ്രാവശ്യം വിളിച്ചിട്ടും എൻ്റെ അടുക്കിലേക്ക് വരാത്ത പക്ഷി. അടുത്ത 4 വരി വീണ്ടും തന്നിരിക്കുകയാണ്. നീലേ ആസ്മാൻ സേ ഉദരി, നീലാകാശത്ത് നിന്ന് പറന്നിറങ്ങി.
നീലി എക്ക് നിരാലി ചിടിയ, നീല കളറിലെ ഒരു യുണീക്കായിട്ടുള്ള ബേഡ്. ഗാത്തി ഉടിനെ വാലി ചിടിയ, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്ന് പാടുന്ന പക്ഷി. ഇതാണ് കവിതയുടെ ഉള്ളടക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.